മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഇൻഡോ അറബിക് ചിത്രം ആയിഷയുടെ ചിത്രീകരണം റാസൽ ഖൈമയിൽ പുരോഗമിച്ചു വരികയാണ്. ചിത്രീകരണത്തിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ മഞ്ജു തന്നെ പങ്കുവച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചിത്രവുമായി ബന്ധപ്പെട്ട് മഞ്ജു പങ്കുവച്ച പോസ്റ്റ് ശ്രദ്ധ നേടുകയാണ്. സ്വപ്ന സാഫല്യം എന്ന അടിക്കുറിപ്പോടെ പ്രമുഖ ബോളിവുഡ് കോളിവുഡ് കൊറിയോഗ്രാഫറും നടനും സംവിധായകനുമായ പ്രഭുദേവയ്ക്കൊപ്പമുള്ള ചിത്രമാണ് മഞ്ജു പങ്കുവച്ചത്. മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആയിഷയ്ക്ക് വേണ്ടി നൃത്തം സംവിധാനം നിർവഹിക്കാൻ എത്തുന്നത് പ്രഭുദേവയാണ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് താരം മലയാള സിനിമയിലേക്ക് എത്തുന്നത്. എം ജയചന്ദ്രന്റെ ഈണത്തിലൊരുങ്ങിയ പാട്ടിനാണ് പ്രഭുദേവ നൃത്തം ചിട്ടപ്പെടുത്തുന്നത്. പരിശീലനത്തിനിടെ പ്രഭുദേവയ്ക്കൊപ്പമുള്ള ചിത്രമാണ് മഞ്ജു വാര്യർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. സ്വപ്ന സാഫല്യം എന്ന അടിക്കുറിപ്പോടെയാണ് താരത്തിന്റെ പോസ്റ്റ്. മുൻപും പ്രഭുദേവയോടുള്ള ആരാധനയെക്കുറിച്ച് അഭിമുഖങ്ങളിലുൾപ്പെടെ മഞ്ജു വാര്യർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആയിഷയുടെ ചിത്രീകരണത്തിന് റാസൽ ഖൈമയാണ് വേദിയാകുന്നത്. സുഡാനി ഫ്രം നൈജീരിയ, ഹലാൽ ലവ് സ്റ്റോറി എന്നീ സിനിമകളുടെ അണിയറ പ്രവർത്തകനാണ് ഇൻഡോ അറബ് സംസ്കാരവും നാടകീയ കുടുംബ മുഹൂർത്തങ്ങളും ഇഴചേർത്തൊരുക്കുന്ന ഈ ചിത്രത്തിന് പിന്നിൽ. ഒരേ സമയം മലയാളത്തിലും അറബിയിലും ചിത്രീകരിക്കുന്ന പ്രഥമ ഇന്ത്യൻ സിനിമ എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. റാസൽ ഖൈമയിൽ ഏറെക്കാലം അഭ്യൂഹ വർത്തമാനങ്ങൾ നിറഞ്ഞുനിന്ന നിഗൂഢ ഭവനവും ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട്. ചിത്രീകരണം പുരോഗമിക്കുന്ന ആയിഷ നവാഗതനായ ആമിർ പള്ളിക്കൽ സംവിധാനം ചെയ്യുന്നു. ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ആഷിഫ് കക്കോടിയാണ്. മലയാളത്തിന് പുറമെ ഇംഗ്ലീഷിലും അറബിയിലും പുറത്തിറങ്ങുന്ന ചിത്രം തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഇന്ത്യൻ ഭാഷാ പതിപ്പുകളിലും എത്തുന്നു. ക്രോസ് ബോർഡർ ക്യാമറയുടെ ബാനറിൽ സക്രിയയാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഫെദർ ടച്ച് മൂവി ബോക്സ്, ഇമാജിൻ സിനിമാസ്, ലാസ്റ്റ് എക്സിറ്റ്, മൂവി ബക്കറ്റ് എന്നീ ബാനറുകളിൽ ഷംസുദ്ദീൻ, സക്കറിയ വാവാട്, ഹാരിസ് ദേശം, അനീഷ് PB എന്നിവരാണ് സഹനിർമ്മാതാക്കൾ. ഛായാഗ്രഹണം വിഷ്ണു ശർമ്മ നിർവഹിക്കുന്നു. എഡിറ്റർ അപ്പു N ഭട്ടതിരി. ഡൽഹി, ബോംബെ എന്നിവിടങ്ങളിലായി ചിത്രത്തിന്റെ ഇന്ത്യയിലെ ചിത്രീകരണം നടക്കും.